സർ, നമ്മുടെ ഈ സർവേകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ വൻതോതിൽ ഒരു കാസ്റ്റ് കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷൻ നടന്നിട്ടുള്ളത് ഇത്തവണ യു.ഡി.എഫിന് അനുകൂലമായിട്ടാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയിലേക്ക് വലിയ തോതിൽ നായർ ഈഴവ വോട്ടുകൾ ചെന്നെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നമുക്കറിയാം, ഈഴവ വോട്ടുകൾ വലിയ തോതിൽ CPM-ന് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്, അല്ലെ? മുൻപ് അവർക്ക് 64%, 63% ആയിരുന്നു എങ്കിൽ ഇന്ന് അവർക്ക് 47% കുറഞ്ഞിരിക്കുന്നു വലിയ തോതിൽ. അത് വളരെ ക്ലിയർ ആണ്. ആക്സിസ് സർവേയുടെ റിസൾട്ട് തന്നെ നമുക്കത് എടുക്കാം. അവരുടെ സർവേകളിൽ അവർ കൃത്യമായി ഓരോ വിഭാഗത്തിലുമുള്ള സ്വിങ് അവർ കാണിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ് കേരളത്തിൽ. സ്വിങ്, അർത്ഥത്തിലുള്ള സ്വിങ് വിഭാഗത്തിൽ ജാതി അല്ലാതെ വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഓരോ വിഭാഗത്തിലുമുള്ള സ്വിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈഴവയിൽ എല്ലാവരും ഒരേപോലെ വോട്ട് ചെയ്യുന്നല്ല. ഈഴവ വിഭാഗത്തിൽ ഇത്ര ഭാഗം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, ഇത്ര ഭാഗം ഇങ്ങോട്ട് മാറി. നായർ വിഭാഗത്തിൽ ഇത്ര മാറിയിട്ടുണ്ട്. ഇതൊരു ജനറൽ, അതുപോലെ SC വിഭാഗത്തിലൊക്കെ. ഇപ്പൊ നമ്മളത് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. മുമ്പേ പ്രഡിക്റ്റ് ചെയ്തിരുന്നതാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് ആദ്യമേ പഠിച്ചിരുന്നു. 64% മുസ്ലിം, 63-ഉം 60-ഉം. 60% ക്രിസ്ത്യൻ വോട്ടും 63% മുസ്ലിം വോട്ടും ഇവർക്ക് വന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ 17% വോട്ട് രണ്ടുപേരിൽ നിന്നും UDF-ന് കൂടിയിട്ടുണ്ടെന്നും, എന്ന് പറഞ്ഞാൽ 19% ക്രിസ്ത്യാനികളും 26% മുസ്ലിങ്ങളുമാണ് കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആ വോട്ടിന്റെ 45%-ൽ 17% ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പൊ 60-ഉം 63-ഉമാണ്. എന്ന് പറഞ്ഞാൽ ആവറേജ് എടുത്താൽ ഒരു 62 അല്ലെങ്കിൽ 63%. BJP അത് ഷോൺ ജോണിന്റെ വർത്താനം നമ്മൾ കേട്ടല്ലോ. ഷോൺ ജോൺ അവസാനം ഷോൺ ജോർജും PC ജോർജും തെറി പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്താ സംഗതി കയ്യിൽ നിന്ന് പോയി. അതൊന്ന്. ഇതിനൊരു കൗണ്ടർ കൺസോളിഡേഷന് വേണ്ടിയാണ് LDF ശ്രമിച്ചത്. ഇതിങ്ങനെ വരുമ്പോ ജമാഅത്തെ ഇസ്ലാമി കാണിക്കുക, അത് കാണിക്കുക. അതിൽ അവസാനം SDPI-യും PDP-യും വന്നതോടുകൂടി അതിന്റെ വലിയൊരു ഗമ പോയി. കാരണം SDPI കൂടെ കൂട്ടാൻ ജമാഅത്തെ പിന്തുണ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കൺഫ്യൂഷനാക്കി. LDF-ൽ മൊത്തം കൺഫ്യൂഷനാക്കി. പക്ഷെ അതിൽ കണ്ട ഒരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുകൾ ഉണ്ടാവും? ആകെ ഒരു മുസ്ലിം സമുദായത്തിന്റെ തന്നെ 1% ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.2%. മുസ്ലിം സമൂഹത്തിന്റെ 1% ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവുള്ളൂ. അത്ര പോലും ഉണ്ടാവില്ല. അവരുടെ പോപ്പുലേഷൻ എത്ര ഉണ്ടാവും? അതാ പറഞ്ഞത് 26% 80-85 ലക്ഷം ഉണ്ടാവും മുസ്ലിം സമൂഹം. മുസ്ലിം 85% ഉണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, 8 ലക്ഷം, 10% എന്ന് പറഞ്ഞാൽ 8.5 ലക്ഷം. 1% എന്ന് പറഞ്ഞാൽ 85,000. 1 ലക്ഷം 1.25 ലക്ഷം ഒക്കെ ആളുണ്ടാവും. മാക്സിമം. പക്ഷെ അവർ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് മീഡിയ ഫ്രണ്ട്ലി ആണ്, അവർക്ക് സ്വന്തമായ മാധ്യമങ്ങളുണ്ട്. അത് ചില ട്രെൻഡുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അഡ്വാൻറ്റേജ് യഥാർത്ഥത്തിൽ മറ്റ് സംഘടനകൾക്കുള്ള പോലെയല്ല. മാത്രമല്ല, അവരിതൊക്കെ പറഞ്ഞാൽ അവരൊരു ക്രിമിനൽ കേസിൽ പെട്ടിട്ടില്ല. അവരുടെ പേരിൽ ഒരു ആക്ടിവിറ്റി ഇല്ല. അവരുടെ ഒരു നിലപാട് പറയുന്നു, അതുപോട്ടെ. അവർ LDF-ന്റെ കൂടെ ആയിരുന്നില്ല ഇത്രയും കാലം. 2014 വരെ അവർ LDF-ന്റെ കൂടെ ആയിരുന്നു. LDF-നാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ അവർ മാറി. ഞാൻ പറഞ്ഞ SDPI അതുപോലെയല്ല. SDPI വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദു കൺസോളിഡേഷന് നെഗറ്റീവായി. കാരണം ഇവര് ചെയ്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ചെയ്ത ഒരു കാര്യം, മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈഴവ നായർ വോട്ടുകളിൽ വലിയ തോതിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നു, ആലപ്പുഴയും ആറ്റിങ്ങലും ഒക്കെ എന്നവർ കണ്ടെത്തി. തിരുവനന്തപുരത്ത് പാർട്ടി വിലയിരുത്തി. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആനയെ മുമ്പിൽ ഇറക്കിയത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലക്കെതിരെ പറയുക, മുസ്ലിമിനെതിരെ പറയുക, അതിനൊക്കെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിൽ സൈലന്റ് എൻഡോഴ്സിങ് മുഖ്യമന്ത്രി ചെയ്യുക. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വണ്ടി കയറ്റി പോവുക, വെള്ളാപ്പള്ളിക്ക് എന്താ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നും ചോദിക്കുക എന്ന രൂപത്തിൽ. യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പോലെ ഈ തെരഞ്ഞെടുപ്പിൽ താരം വെള്ളാപ്പള്ളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം കൺസോളിഡേഷൻ വന്നാൽ അതിന് പകരമായി ഹിന്ദു കൺസോളിഡേഷൻ കിട്ടുക, ഈഴവ വോട്ടിൽ കൺസോളിഡേഷൻ കിട്ടുക. പക്ഷെ ആ ഒരു കൺസോളിഡേഷൻ കിട്ടിയിട്ടില്ല എന്നല്ല, ഞാൻ അതിലേക്ക് വരാം. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ വോട്ടിൽ ഇവർക്ക് കുറവുണ്ടായി, UDF-ന് കുറവുണ്ടായി. ഇതിന്റെ ഫലമായി അത് ശരിയാണ്. പല മണ്ഡലങ്ങളിലും ഈഴവ വോട്ടിന്റെ പങ്ക് UDF-ന് കുറഞ്ഞുപോയി. പല സ്ഥലത്തും ഈഴവ വോട്ട് കുറഞ്ഞു പോയാൽ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ അഡ്വാൻറ്റേജ് NDA-ക്കാ പോണേ, LDF-നല്ല. മനസ്സിലായോ? അത് പോയത് LDF-ന് ആകെ 1% ഈഴവ വോട്ടേ കൂടിയുള്ളൂ.
7% ഈഴവ വോട്ട് ബി ജെ പിക്ക് കൂടി. അതാണ് അവരുടെ കണക്ക്. എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ട് കോൺഗ്രസിൽ നിന്ന് പോയ 8%, 7% പോയത് ബി ജെ പിക്ക്. 7% ബി ജെ പിക്ക് പോയി. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ബഹളം ഉണ്ടാക്കിയതിന്റെ ഗുണം യഥാർത്ഥത്തിൽ LDF അല്ല കിട്ടിയത്, അത് NDAക്ക് കിട്ടി. കിട്ടി. അത് മാത്രമല്ല 63% ഈഴവ വോട്ടുകൾ CPM ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ്. അതിപ്പോ 47. അത് ഇനിയും കുറയും. അവിടെ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴുള്ള ഈഴവരെയെങ്കിലും CPM പിടിച്ചു നിർത്തിയിട്ടുള്ളത് വെള്ളാപ്പള്ളിയുടെ ഹിന്ദു കൺസോളിഡേഷൻ ബലത്തിലാണ്. ഇവിടെയാണ് ഇതിൽ ചതി വരാൻ പോണത്. നായർ വോട്ടിലും വലിയ തോതിൽ ഇത്തവണ കുറവുണ്ടായി, LDF കുറവുണ്ടായി. നായർ വോട്ടിൽ നായർ വോട്ടിൽ കുറഞ്ഞു. ഇപ്പൊ 2016 2021 കിട്ടിയ നായർ വോട്ട് ഇപ്പൊ ഇല്ല. 2021 കിട്ടിയ മുസ്ലിമും ക്രിസ്ത്യൻ വോട്ടും ഇല്ല. ഈഴവ വോട്ടിലും SC വോട്ടിലുമാണ് LDF ഒരു അല്പം മേൽക്കൈ. ഈഴവ വോട്ടിൽ 1%, SC വോട്ടിൽ 2-3 കുറച്ച് പെർസെന്റേജ്. SC വോട്ട് കൺസോളിഡേഷൻ അവരുടെ ഇപ്പോൾ ഉള്ള. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇനി ഹിന്ദുവൽക്കരണം വരാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ഈഴവ വോട്ടും SC വോട്ടും. SC വോട്ടുമാണ്. അപ്പൊ ഈഴവ വോട്ടിൽ അത് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം, അതാണ് നമ്മൾ മുമ്പും പറയാറുള്ളത്, ഈ UDF ഈഴവ വോട്ടൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഇങ്ങനെ ഒരു പരാജയം നേരിടേണ്ടി വന്നത്. അതെ, 2021 അല്ല അന്ന് പിന്നെ അത് കൂടുതൽ ആദ്യം ഫസ്റ്റ് ഫേസ് ഡാമേജ് വരിക കോൺഗ്രസിനാണ്. പക്ഷെ അന്ന് ന്യൂനപക്ഷ വോട്ട് LDF കൂടെ ഉണ്ടായിരുന്നു. ആ ന്യൂനപക്ഷ വോട്ട് 2 ന്യൂനപക്ഷത്തിന്റെയും 17% ഷിഫ്റ്റ് കോൺഗ്രസിന് അനുകൂല UDF അനുകൂലമായി വന്നതോടുകൂടി LDF വീക്കായി. ഇനി സംഭവിക്കാതല്ല. ഞാൻ പേടിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM പ്രസക്തമല്ല. അതുകൊണ്ട് ഈ 47% ഇതിൽ നിന്ന് പോകും. ഇതിൽ നിന്ന് ഈ 47%, 52% SC വോട്ടിൽ നിന്ന് ഇനിയും LDF ഇപ്പൊ കിട്ടിയ വോട്ടിൽ നിന്ന് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല സാധ്യത. കാരണം അവിടെ കോൺഗ്രസും BJPയും തമ്മിലാണ് ഫൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി BJPയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവര് BJPക്ക് വോട്ട് ചെയ്യുന്നതാവും. ഒരു 2 ഇലക്ഷൻ അവർ BJPക്ക് വോട്ട് ചെയ്താൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അവർ BJPയുടെ കൂടെയാവും. BJPക്ക് ഇവിടെ പിന്നെ വീണ്ടും തിരിച്ച സ്വിഫ്റ്റ് CPMലേക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ ഒരു അവസ്ഥ പ്രശ്നം എന്താ വെച്ചാൽ അതെന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? CPM പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്നില്ല. CPM എപ്പോഴും അവരുടെ അണികളെ കൂടെ നിർത്തിയിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. നിരന്തര രാഷ്ട്രീയ പ്രവർത്തനമാണ്. അല്ലാണ്ട് വികസന പ്രവർത്തനമോ ഒന്നും വെച്ചിട്ടല്ല CPM ആളെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടോ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തിട്ടോ ഒന്നും ആളെ കിട്ടില്ല. അതൊക്കെ കുറച്ചുപേരെ കിട്ടും. പക്ഷേ ഞങ്ങളുടെ അണികളെ കൂടെ നിർത്തണമെങ്കിൽ നിരന്തരമായി രാഷ്ട്രീയ പഠനം വേണം. അങ്ങനെയാണ് CPM. നമ്മളൊക്കെ അതല്ലേ വർക്ക് ചെയ്തിരുന്നത്. സഭ്യ പഠനം അതില്ലപ്പോ. അതില്ലാന്ന് അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. ക്ലാസ് ഇല്ല, അങ്ങനത്തെ സംഗതികളൊന്നും ക്ലാസ്സുകളില്ല. പിന്നെ താഴെ തട്ടിൽ സംഘടന വളരെ കുറഞ്ഞു. ഇന്നലെ ഒരാളൊരു ട്രോള് പോലെ പറഞ്ഞതാണ്, ഒരു CPM കാരനാണ് DYFIയുടെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നതൊക്കെ 60 വയസ്സ് കഴിഞ്ഞവരാണ്. ഇപ്പോഴും DYFIയുടെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്ന ആളുകൾ DYFIക്കാരൊന്നുമല്ല, 50 വയസ്സ് കഴിഞ്ഞ CPM കാരാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ പുതിയ തലമുറയായി വരുന്ന ആളുകൾ ഒരിക്കലും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു. ചുവപ്പ് നിറച്ചാൽ കാവ്യായി മാറും. അപ്പൊ എന്ത് വരുന്ന വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പൊ അവര് പലരും ഈഴവ വോട്ടുകൾ വലിയ തോതിൽ CPM വന്നിട്ടുള്ളത് തന്നെ ഞാൻ കണക്കാക്കുന്നത് അത് ഇസ്ലാമോഫോബിയ പറഞ്ഞിട്ടാണ്. വെള്ളാപ്പള്ളി സാക്ഷിയായി നിന്ന് ഇസ്ലാമോഫോബിയാണ്. അത് പിന്നീട് BJPയിലേക്ക് പോകും. അങ്ങനെ വന്നാൽ ഇപ്പൊ നായർ റോട്ടിൽ പണ്ട് പോയതുപോലെ ഇപ്പൊ ഇത്തവണ നായർ റോട്ടിലും LDF കാര്യമായി ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. LDF നായർ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് BJPയിലേക്ക് പോയിട്ടില്ല, UDFയിലേക്കൊന്നും അല്ല. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഈഴവ വോട്ടിലേക്ക് BJP കടന്നു കയറിയാൽ CPMന്റെ അന്ത്യമാണ്. അവിടെയാണ് CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ CPM തകരരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ പൊളിറ്റിക്കലി ഒരു കാലത്തും BJP അനുകൂലിക്കുന്ന ആളല്ല. BJP കേരളത്തിൽ വളരരുതെന്ന് ആഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ വിഷനുള്ള ഒരാളാണ്. പക്ഷേ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരുന്ന BJP. അവിടെയാണ് പ്രശ്നം. അങ്ങനെ പോയാൽ ഈ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഈഴവ വോട്ട് BJPയിലേക്ക് പോവുക എന്ന ഒരു ഗ്രാൻഡ് പ്രോജക്റ്റ് ഈ വെള്ളാപ്പള്ളി നടേശനുണ്ട്. CPM തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ഒരു ഇലക്ഷൻ ജയിക്കുക തോൽക്കുകയല്ല, ഒരു സമൂഹത്തെ ആകെ വർഗീയവൽക്കരിക്കുന്ന തരത്തിലേക്ക് അവരെ അങ്ങനെ കൊണ്ടുവരുന്ന തരത്തിലേക്ക്. കാരണം ഞാൻ ഉറപ്പായി പറയാം, മുസ്ലിം സമൂഹത്തിലെ ഈ ഷിഫ്റ്റിന്റെ ഒന്നാമത്തെ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണ്. അല്ലേ? നമുക്കല്ലാന്ന് പറയാൻ പറ്റുമോ?
വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ CPM ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഇനി തള്ളി പറയുമെന്ന് എനിക്കറിയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിന് അധികാരം നേടിക്കൊടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വെള്ളാപ്പള്ളി നടേശനുണ്ട്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടിയാണ് കോൺഗ്രസിന് കോൺഗ്രസിന് ഈ അധികാരം എത്തിച്ചതെന്നാണ് ഞാൻ പറയുന്നത്.